പൗലോസിന്റെ സന്ദേശത്തിന്റെ സമ്പൂർണതയെ കാണിക്കുന്നു. പൗലോസ് 14 ലേഖനങ്ങളോളം എഴുതിയിട്ടുണ്ട്. മൊത്തം എത്ര ലേഖനമുണ്ടെന്നറിയാമോ? ഓമന സിസ്റ്റർ പറഞ്ഞാട്ടെ. 21 ലേഖനം. അതിൽ 14 ലേഖനങ്ങൾ ആരെഴുതിയതാണ്? പൗലോസ് എഴുതിയതാണ്. അപ്പം ഇതിൽ മൊത്തം ലേഖനങ്ങളും കൂടെ എടുക്കുമ്പോൾ പൗലോസിന്റെ ഒരു പൂർണ്ണതയെ, താൻ തന്റെ സന്ദേശത്തിന്റെ സമ്പൂർണത ഇതാണ് അടങ്ങിയിരിക്കുന്നത്. തിമോത്തിയോസിന് ലേഖനം എഴുതിയിട്ടുണ്ട്, തെസ്സലോനിക്കർക്ക് എഴുതിയിട്ടുണ്ട്, കൊലോസ്യർക്ക് എഴുതിയിട്ടുണ്ട്, എഫേസ്യർക്ക് എഴുതിയിട്ടുണ്ട്, ഫിലിപ്പിയ, ഇങ്ങനെ പല സഭകൾക്കും വ്യക്തിപരമായും ഒക്കെയും ലേഖനം എഴുതിയെങ്കിലും ഈ റോമ ലേഖനത്തിലാണ് പൗലോസിന്റെ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശത്തിന്റെ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സന്ദേശത്തിന്റെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സന്ദേശത്തെ, അതിന്റെ സമ്പൂർണത എവിടെയാണ് കിടക്കുന്നത്? ഈ റോമ ലേഖനത്തിലാണ് കിടക്കുന്നത്. ആമേൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ റോമ ലേഖനത്തിന്റെ സവിശേഷത, ഹെഡിങ് എഴുതിക്കോളൂ. റോമ ലേഖനത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത? 1, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ് ഈ റോമ ലേഖനം. ഇത് നമുക്ക് പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കിത് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ തരുവാണെങ്കിൽ, ഇതിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. 1, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പൂർണ്ണത. 2, ഈ റോമാലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആലയം. ഒരു വിശ്വാസത്തിന്റെ ആലയമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മന്ദിരമായിട്ടാണ് ഈ റോമാലേഖനത്തെ കാണപ്പെടുന്നത്. 3, റോമാലേഖനം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലും അടിസ്ഥാന ഉപദേശമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസി വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിത്യത വരെ എത്തിച്ചേരുന്നതിനും അതുവരെയുള്ള തങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഉപദേശമാണ് ഈ റോമാലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4, ഇതൊരു പ്രബോധനത്തിന്റെ ചുരങ്കമാണ്. പ്രബോധനത്തിന്റെ ഇതിലെല്ലാം ബോധവൽക്കരിക്കുകയാണ്, നമുക്ക് ബോധമുണ്ടാക്കുകയാണ്. പാപത്തെക്കുറിച്ച്, നീതീകരണത്തെക്കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച്, അലലിയ പരിച്ഛേദന, ന്യായപ്രമാണം, സ്നാനം, വിശുദ്ധീകരണം, ഇങ്ങനെയായി മാതൃകയുള്ള ജീവിതം, സൽപ്രവർത്തികൾ, ഇങ്ങനെയായി നമ്മൾ മറ്റ് പരസ്പരമുള്ള സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം, ആത്മീക പ്രമാണം, ഇങ്ങനെയായിട്ട് അടിസ്ഥാന ഉപദേശവും പ്രബോധനത്തിന്റെ ചുരങ്കവും. 5 പറയുന്നു, പൗലോസിന്റെ ഇതൊരു സുവിശേഷമാണ്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത് പോലെ പൗലോസിന്റെ സുവിശേഷമാണ് എന്ത്? റോമാലേഖനം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഈ റോമാലേഖനത്തിൽ നീതീകരിക്കും അല്ലെങ്കിൽ നീതിമാനാക്കും എന്നുള്ള വാക്ക് ധാരാളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായി ധാരാളം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് നീതീകരിക്കും അല്ലെങ്കിൽ നീതിമാനാക്കും എന്നുള്ള വാക്ക്. ഈ റോമാലേഖനം വായിച്ച് ക്രിസ്തുവുമായുള്ള നമ്മുടെ സ്വയ സമർപ്പണത്തെ പുനഃപരിശോധന ചെയ്യുകയും ക്രിസ്തുവിന്റെ ശരീരമാകിയ സഭയിലെ മറ്റംഗങ്ങളുമായി നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹബന്ധം ഒരിക്കൽ കൂടി ഉറപ്പാക്കുകയും ചെയ്യണം. ഈ റോമാലേഖനം നമ്മൾ 16 അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു 2 കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നമ്മളെ ഒന്ന് സമർപ്പിച്ചിട്ടുണ്ട്, അല്ലെ? എല്ലാവരും രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ ഓരോ ദിവസവും ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്വയം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്, അല്ലെ? ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? നമ്മൾ സമർപ്പിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ, ദൈവദാസന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ്. ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പം അതുപോലെ ഈ റോമാലേഖനം പഠിച്ചു കഴിയുമ്പോൾ
ഒന്നുകൂടെ നമ്മൾ സമർപ്പിച്ചതിനെ എന്ത് ചെയ്യണം? നമ്മൾ പുനഃപരിശോധന ചെയ്യണം. സമർപ്പണത്തിൽ നമ്മൾ നിൽക്കുന്നോ? ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ സമർപ്പണം കറക്റ്റ് ആണോ എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹവിശ്വാസികളുമായുള്ള സ്നേഹബന്ധം. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹബന്ധം. എവിടെയെങ്കിലും ഒരു കെറുവോ പിണക്കമോ പകയോ വിദ്വേഷമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നമുക്ക് ചിലരോട് കൂടുതൽ സ്നേഹം, ചിലരോട് കുറച്ച് സ്നേഹം, ചിലരെ കാണാൻ മിണ്ടാൻ പോലും ഇഷ്ടമല്ല, അല്ലേ? സഭയിൽ പോകുമ്പോൾ ചിലരിയ്ക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ പോയി ഇരിക്കത്ത് പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ ജീവിതത്തില്? ലലിയ സ്തോത്രം. അപ്പം സഹവിശ്വാസികളുമായുള്ള ആ സ്നേഹബന്ധം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പുതുക്കണം. നമ്മൾ അതുകൂടെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കണം. ഇതെല്ലാം ദൈവം ഈ റോമാലേഖനം നമ്മൾ പഠനത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലനിൽ കൂടി പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട ലേഖനമാണ് റോമാ ലേഖനം. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി റോമ സഭ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് രൂപപ്പെട്ടത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 10-ാം വചനത്തിൽ വരുമ്പോൾ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്യുന്നു? അവിടെ 120 പേർ കൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിൽ അവിടെ എന്ത് ചെയ്യുന്നു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങൾക്കൊത്ത നാവുകൾ പോലെ ഇറങ്ങി വന്ന് അവരുടെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നത് അവർ ദൈവത്തിന്റെ ഭയങ്കര കാര്യങ്ങളെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ശബ്ദത്തിങ്കൽ അവിടെ പെരുന്നാളിന് വന്ന ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ചിതറിക്കിടന്ന യഹൂദന്മാരെല്ലാം അവിടുന്ന് ഇവിടുന്നുമായി കടന്നു വന്ന ഇടത്തിൽ ഇവരെന്ത് ചെയ്യുകയാണ്? ഇവിടെ കൂടി വന്ന് ഇത് കണ്ടപ്പോൾ അവിടെ കൂടി വന്നവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? റോമയിൽ നിന്ന് വന്ന ചില യഹൂദന്മാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അന്ന് പത്രോസിന്റെ പ്രസംഗത്തിനാൽ മനസ്സിൽ കുത്തുകൊണ്ട് മാനസാന്തരത്തിന് ഏൽപ്പിച്ച് അടിസ്ഥാന ഉപദേശങ്ങളാകിയ 7 ഉപദേശങ്ങൾക്കകത്തു നിന്ന് അവരെ തന്നെ സമർപ്പിക്കുകയും അവിടെ 3000 പേർ സ്നാനപ്പെട്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സഭയോട് ചേർന്നു കൊണ്ടപ്പോൾ, അങ്ങനെ ചേർന്നുകൊണ്ട കൂട്ടത്തിലുള്ള റോമയിലുള്ള യഹൂദന്മാർ പിന്നത്തേതിൽ അവർ റോമയിൽ കടന്നു ചെന്നിട്ട് അവർ രൂപീകരിച്ച സഭയാണ് റോമാസഭ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇതുവരെയും നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഒന്ന് വന്ന് കാണുവാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് പ്രത്യേകിച്ച് നോട്ട് എഴുതണമെന്ന് കാര്യമില്ല. അപ്പോസ്തലപ്രവൃത്തി 2:10 അവിടെ കൂടി വന്ന ജനങ്ങളുടെ പേരൊക്കെയും എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൽ റോമയിൽ നിന്ന് വന്ന യഹൂദന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മറ്റേതായിട്ട് ഇവിടെ നമ്മള് പൗലോസ് ഈ ലേഖനത്തിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോട്ടായിട്ട് എഴുതാം. 1-ാം അധ്യായം 3-ാം വചനം തൊട്ട് നമ്മൾ നോക്കുമ്പോൾ സുവിശേഷീകരണത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. 1-ാം അധ്യായം 3-ാമത്തെ വചനം തൊട്ട് തന്നെ നമ്മൾ കാണുമ്പോൾ സുവിശേഷീകരണത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മളെ അവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കും. 1-ാം അധ്യായം 16-17 വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സുവിശേഷത്തോടുള്ള തന്റെ ഭക്തി അല്ലെങ്കിൽ തന്റെ കർത്തവ്യം അവിടെ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ജോബി ബ്രദർ എഴുതുന്നുണ്ടോ? ഉണ്ട്. സ്തോത്രം. 1:16-17 എന്ത് പറയും? സുവിശേഷത്തോടുള്ള തന്റെ ഭക്തി അല്ലെങ്കിൽ കർത്തവ്യം. അടുത്തത് 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വചനങ്ങളിൽ രക്ഷ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും എന്ന് അവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. രക്ഷയെക്കുറിച്ച്, എങ്ങനെ രക്ഷിക്കപ്പെടാം? കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാം.
എന്ന് അവിടെ ചൂണ്ടിക്കാണിക്കും. നാലാമതായി 6-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ ശക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുക. അടുത്തത് 7-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വചനത്തിൽ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ, ആണോ? സ്പീഡാണ്, ഒത്തിരി സ്പീഡാണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ ആദ്യം തൊട്ട് പറയാം. പൗലോസ് ഈ ലേഖനത്തിൽ കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അത് എഴുതിയോ? ഒന്നാമതായിട്ട് 1-ാം അധ്യായം 3 തൊട്ടുള്ള വചനത്തിൽ അത് എഴുതിയാൽ മതി. ഇങ്ങനെ 1-ാം അധ്യായം 3 ഇട്ടിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് സുവിശേഷീകരണത്തിന്റെ യാഥാർത്ഥ്യം. അടുത്തത് 1-ാം അധ്യായം 16-17 വചനങ്ങളിൽ സുവിശേഷത്തോടുള്ള തന്റെ ഭക്തി. അടുത്തതിലേക്ക് പോട്ടെ. 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെ രക്ഷ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ രക്ഷിക്കപ്പെടാം? കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടാം. അടുത്തത് 6-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനത്തിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം. അടുത്തത് 7-ാം അധ്യായം 1 മുതൽ 25 വരെ. 7-ാം അധ്യായം 1 മുതൽ 25 വരെ ന്യായപ്രമാണത്തിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം. ന്യായപ്രമാണത്തിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം. 7-ാം അധ്യായം 1 മുതൽ 25 വരെ ന്യായപ്രമാണത്തിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം. അടുത്തത് 8-ാം അധ്യായം 1 മുതൽ 39 വരെ ക്രിസ്തുവിനെ പോലെ ആകുവാനും ദൈവത്തിന്റെ അതിരറ്റ സ്നേഹം കണ്ടെത്താനുമുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിന്റെ അതിരറ്റ സ്നേഹം കണ്ടെത്താനുമുള്ള സ്വാതന്ത്ര്യം. അടുത്തത് 9-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 12 വരെ. 9-ാം അധ്യായം 1 മുതൽ 11-ാം അധ്യായം 12 വരെ ദൈവത്തിന്റെ പദ്ധതിയിൽ അനുയോജ്യരായി തീരുവാനുള്ള സാധ്യത. ദൈവത്തിന്റെ പദ്ധതിയിൽ അനുയോജ്യരായി തീരാൻ അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ളവരായി തീരാനുള്ള സാധ്യത. അടുത്തത് 11-ാം അധ്യായം 13 മുതൽ 36 വരെ. 11-ാം അധ്യായം 13 മുതൽ 36 വരെ യഹൂദന്മാരും ജാതികളും ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീഭവിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തെ
മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്തത് ഇത്രയും എഴുതി കഴിഞ്ഞോ? സ്തോത്രം. അടുത്തത് 12-ാം അധ്യായം 3 മുതൽ 8 വരെ. 12-3 മുതൽ 8 വരെ. ക്രിസ്തുവിൽ പൂർണ്ണ സമർപ്പണം. ഒന്ന് അവിടെ ക്രിസ്തുവിൽ പൂർണ്ണ സമർപ്പണം. അടുത്തത് ആത്മീയ വരങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രയോജനപ്പെടുത്തുന്നു. ആത്മീയ വരങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രയോജനപ്പെടുത്തുന്നു. 12-9 മുതൽ 21 വരെ. 12-9 മുതൽ 21 വരെ. സത്യമായി മറ്റുള്ളവരെ സ്നേഹിക്കുക. സത്യമായി മറ്റുള്ളവരെ സ്നേഹിക്കുക. അടുത്തത് 13-1 മുതൽ 14 വരെ. 13-1 മുതൽ 14 വരെ. നല്ല പൗരന്മാരായി തീരുക. നല്ല പൗരന്മാരായി തീരുക. അടുത്തത് 14-1 മുതൽ 15-4 വരെ. ബലഹീനരായവരെ താങ്ങുക. ബലഹീനരായവരെ താങ്ങുക. അടുത്തത് 15-5 മുതൽ 13 വരെ. 15-5 മുതൽ 13 വരെ. പൗലോസ് കർശനമായി യഹൂദന്മാരും ജാതികൾക്കുമിടയിൽ ഐക്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. ജാതികൾക്കും യഹൂദന്മാർക്കും ഇടയിൽ ഐക്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. അടുത്തത് 15-22 മുതൽ 33 വരെ. 15-22 മുതൽ 33 വരെ. വ്യക്തിപരമായ പൗലോസിന്റെ പദ്ധതികൾ. വ്യക്തിപരമായ പൗലോസിന്റെ പദ്ധതികൾ. 16-1 മുതൽ 27 വരെ. കൂട്ടുകാർക്ക് വന്ദനം പറയുന്നു. കൂട്ടുകാർക്ക് വന്ദനം പറയുന്നു. അവസാന ചിന്തകൾ, പ്രബോധനങ്ങൾ കൊടുക്കുന്നു. സഹയാത്രികർക്ക് വന്ദനം പറയുന്നു. ഒന്നുകൂടെ പറയാം. കൂട്ടുകാർക്ക് വന്ദനം പറയുന്നു. അവസാന ചിന്തകൾ, പ്രബോധനങ്ങൾ കൊടുക്കുന്നു. സഹയാത്രികർക്ക് വന്ദനം പറയുന്നു. ഇത്രയും എഴുതിയോ? ഇതിന്റെ നമ്മള് അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാകും. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അധ്യായങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ഹെഡിങ്, അവസാന ചിന്തകൾ, പ്രബോധനം കൊടുക്കുന്നു. അതിനുശേഷം പറഞ്ഞത് സഹയാത്രികർക്ക് വന്ദനം ചൊല്ലുന്നു. സഹയാത്രികർക്ക് വന്ദനം ചൊല്ലുന്നു അല്ലെങ്കിൽ പറയുന്നു. അടുത്ത ഹെഡിങ്, ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം. നമ്മൾ സവിശേഷത പഠിച്ചു. അടുത്തത് പൗലോസ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രത്യേക ഓരോ അധ്യായങ്ങളിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി അടുത്തത് പുസ്തകത്തിന്റെ പ്രാധാന്യം. ഇതിലെ പ്രധാന വിഷയം, എന്റെ സബ് ഹെഡിങ് എഴുതിക്കോ. പ്രധാന വിഷയം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം. അതിനോടൊപ്പം തന്നെ എഴുതിക്കുക ദൈവത്തിന്റെ നീതി. ഇതിലെ പ്രധാന വിഷയമാണ്. ഒന്ന്, ദൈവത്തിന്റെ സുവിശേഷം. 2, ദൈവത്തിന്റെ നീതി. 3, വിശ്വാസത്താലുള്ള നീതീകരണം.
3 വിശ്വാസത്താലുള്ള നീതീകരണം. 4 വിശുദ്ധീകരിക്കപ്പെട്ട സമർപ്പണ ജീവിതം. ഇത് എഴുതിയത് എഴുത്തുകാരൻ നമുക്കറിയാം, പൗലോസ്. എഴുതിയ കാലം AD 58. റോമാലേഖനത്തിലെ ക്രിസ്തു. അടുത്ത ഹെഡിങ് റോമാലേഖനത്തിലെ ക്രിസ്തു. നീതീകരിക്കുന്ന ക്രിസ്തു. 3-ാം അധ്യായം 24-ാം വചനം. ഇതിലെ താക്കോൽ വാക്യങ്ങൾ എഴുതിയോ അതുവരെ? അടുത്ത ഹെഡിങ് താക്കോൽ വാക്യങ്ങൾ. 1:16. എന്താണ് 1:16? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. ഇതിനകത്തെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് താക്കോൽ വാക്യങ്ങൾ. 1:16 ഉണ്ട്, 17 ഉണ്ട്. ഒന്ന്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നു. എല്ലാരും കണ്ടായിരുന്നോ? അടുത്തത് എന്താണ്? അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. അടുത്തത് വന്നിട്ട് 3:23, 24. 3-ാം അധ്യായം 23, 24. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അടുത്തത് 5-ാം അധ്യായം 1-ാം വചനം. 5-ാം അധ്യായം 1-ാം വചനത്തിൽ എന്ത് പറയുന്നു? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ നീതി, ദൈവത്തോടുള്ള വിശ്വാസത്താലുള്ള നീതി പിതാവിനോടുള്ള സമാധാനത്തെ കൊണ്ടുവരുന്നു. ഇതിനെ ആഴമേറിയ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയാണ് ഈ റോമാലേഖനത്തിൽ പൗലോസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇത് 6-ാമത്തെ ലേഖനമാണ്. 14 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതിയെങ്കിലും അതിലെ 6-ാമത്തെ ലേഖനമാണ് റോമാലേഖനം. ഉൽപ്പത്തി മുതൽ നോക്കുമ്പോൾ 45-ാമത്തെ പുസ്തകം. ഇതിൽ 16 അധ്യായങ്ങളുണ്ട്. 433 വചനങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. 433 വാക്യങ്ങൾ. 87 ചോദ്യങ്ങളുണ്ട്. 19 പഴയ നിയമ പ്രവചനങ്ങളും 388 ചരിത്രപരമായ വചനങ്ങളും 45 പ്രവചനവാക്യങ്ങളും ഉണ്ട്. എഴുതിയോ? ഒന്നുകൂടെ പറയാം. 6-ാമത്തെ ലേഖനം, 45-ാമത്തെ പുസ്തകം, 16 അധ്യായങ്ങൾ, 433 വചനങ്ങൾ, 87 ചോദ്യങ്ങൾ, 19 പഴയ നിയമ പ്രവചനങ്ങൾ, 388 ചരിത്രപരമായ വചനങ്ങൾ, 45 പ്രവചന വാക്യങ്ങൾ.
ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ലല്ലോ മാഡം. 87 ചോദ്യങ്ങൾ, 19 പഴയ നിയമ പ്രവചനങ്ങൾ, അതൊക്കെ കേട്ടു. 388 ചരിത്രപരമായ വചനങ്ങൾ കഴിഞ്ഞു. 45 പ്രവചന വാക്യങ്ങൾ. ഇതിനെ വിഭജിക്കുകയാണ്. നമ്മൾ ഇനി അധ്യായങ്ങളെ വിഭജിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് വിഭജനം? ഒന്നാം അധ്യായം 1 മുതൽ 17 വരെ ദൈവത്തിന്റെ നീതി. ഒന്നാം അധ്യായം 1 മുതൽ 17 വരെ ദൈവത്തിന്റെ നീതി. ഒന്നാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെ. ഒന്നാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെ സർവലോകവും ദൈവ മുൻപാകെ ശിക്ഷായോഗ്യർ. സർവലോകവും ദൈവ മുൻപാകെ ശിക്ഷായോഗ്യർ. സർവലോകവും ദൈവ മുൻപാകെ ശിക്ഷായോഗ്യർ. അടുത്തത് 3:21 മുതൽ 5:21 വരെ. 3:21 മുതൽ 5:21 വരെ ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം. ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം. 6, 7, 8 അധ്യായങ്ങൾ. 6, 7, 8 ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള ഐക്യത്താൽ, ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള ഐക്യത്താൽ ഉളവാകുന്ന വിശുദ്ധീകരണം. ക്രിസ്തുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള ഐക്യത്താൽ ഉളവാകുന്ന വിശുദ്ധീകരണം. അടുത്തത് 9, 10, 11 ഇസ്രായേലിന്റെ അവിശ്വസ്തത. ഇസ്രായേലിന്റെ അവിശ്വസ്തത. 12:1 മുതൽ 15:13 വരെ ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും. ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും. അടുത്തത് 15-ാം അധ്യായം 14 മുതൽ 16:27 വരെ ക്രിസ്തീയ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്. ക്രിസ്തീയ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്. ഇത്രയും നമ്മൾ റോമാലേഖനത്തെ കുറിച്ചുള്ള ചെറിയ ഒരു മുഖവരയാണ് നമ്മൾ ഇത്രയും നേരം എഴുതിയതും നമ്മൾ പറഞ്ഞതുമൊക്കെ കാര്യങ്ങൾ. ഇനിയും പൗലോസിന്റെ ജീവിതത്തെ കുറിച്ചൊരു ജീവിത സംഗ്രഹം. പൗലോസിന്റെ ജീവിത സംഗ്രഹം. എഴുതാം. കൈവേദന എടുക്കുന്നുണ്ടോ? തങ്കമ്മാൻറ്റിക്ക് കൈവേദന എടുക്കുന്നോ? ആരല്ലോ അധ്യായം തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരും നോട്ട് എഴുതാൻ പോകുന്നില്ല. സ്തോത്രം. പൗലോസിന്റെ ജീവിത സംഗ്രഹം. ശൗൽ എന്നത് എബ്രായ നാമവും, ശൗൽ എന്നത് എബ്രായ നാമവും, പൗലോസ് എന്നത് ലത്തീൻ അല്ലെങ്കിൽ റോമൻ നാമവുമാണ്. ശൗൽ എന്നത് എബ്രായ നാമവും പൗലോസ് എന്നത് ലത്തീൻ അല്ലെങ്കിൽ റോമൻ നാമവുമാണ്. റോമാ സാമ്രാജ്യത്തിൽ വിശേഷാൽ റോമൻ പൗരന്മാരായിരുന്ന
യഹൂദന്മാർക്ക് റോമാ സാമ്രാജ്യത്തിൽ, വിശേഷാൽ റോമൻ പൗരന്മാരായിരുന്ന യഹൂദന്മാർക്ക് ഒരു എബ്രായ നാമവും ഔദ്യോഗികമായി ഉപയോഗിക്കുന്നതിന് റോമൻ നാമവും ഉണ്ടായിരുന്നു. പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനും എട്ടാം ദിവസം പരിച്ഛേദന ഏറ്റു എന്ന് അഭിമാനിക്കുന്ന പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനും എട്ടാം ദിവസം പരിച്ഛേദന ഏറ്റു എന്ന് അഭിമാനിക്കുന്ന പരീശന്റെ മകനായ പരീശനും ആയിരുന്നു. ശൗൽ ക്രിസ്ത്യാനികളുടെ അന്തകനായിട്ട് രംഗപ്രവേശനം ചെയ്തു. അവൻ തീവ്രവാദിയായ പരീശനായിരുന്നു. ശൗൽ റോമൻ പൗരനും പ്രസിദ്ധ വിദ്യാകേന്ദ്രമായിരുന്ന തർസോസ് നഗരത്തിൽ ജനിച്ച ഒരു യഹൂദനും ആയിരുന്നു. ശൗൽ റോമൻ പൗരനും പ്രസിദ്ധ വിദ്യാകേന്ദ്രമായിരുന്ന തർസോസ് നഗരത്തിൽ ജനിച്ച ഒരു യഹൂദനും ആയിരുന്നു. സർവജ്ഞപീഠം കയറിയ ഹില്ലേൽ എന്ന മഹാന്റെ കൊച്ചുമകനായ ഗമാലിയേലിന്റെ കീഴിലിരുന്ന് നിയമപഠനം ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയവനാണ്. യെരുശലേമിൽ ഉന്നത സ്ഥാനമുള്ള കുടുംബക്കാരനായിരുന്നു. കർത്താവ് ജനിച്ച കാലത്ത് തന്നെ ആയിരിക്കണം പൗലോസിന്റെയും ജനനം. വളരെ സമ്പന്ന കുടുംബത്തിന് മാത്രമേ അന്ന് ഗമാലിയേലിന്റെ ശിഷ്യനായി പഠിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അടുത്തത് എഴുതിയോ? സമ്പന്ന കുടുംബത്തിന് മാത്രമേ ഗമാലിയേലിന്റെ ശിഷ്യനായി പഠിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ശൗൽ എന്നതിന് ചോദിച്ചു വാങ്ങിയതെന്നും ശൗൽ എന്നതിന് ചോദിച്ച് വാങ്ങിയത് എന്നും പൗലോസ് എന്നതിന് ചെറിയവൻ എന്നും അർത്ഥം. പൗലോസ് സന്നിദ്രീം സംഘത്തിലെ അംഗമായിരുന്നു.
പൗലോസിനെ കുറിച്ച് ചില പുസ്തകങ്ങളിൽ വർണ്ണിച്ചു പറഞ്ഞിരിക്കുന്നത്, പൗലോസിനെ കുറിച്ച് അതായത് അവന്റെ ശരീരഘടന വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഏകദേശം 158 സെന്റിമീറ്റർ ഉയരം, ഇഴ അകലമുള്ള തലമുടി, തമ്മിൽ കൂടിച്ചേർന്ന പുരികങ്ങൾ, ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, തമ്മിൽ കൂടിച്ചേർന്ന പുരികങ്ങൾ, നീണ്ടു വളഞ്ഞ് ഗാംഭീര്യമുള്ള മൂക്ക്, കാലുകൾക്ക് അല്പം വളവ്, ദൈവദൂതന്റെ മുഖ തേജസ്. എഴുതണമെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. അത് നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പൗലോസിനെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അടുത്തത് വന്നിട്ട് ശൗലിന്റെ മുൻപിലത്തെ ജീവിതവും ക്രിസ്തുവിനെ കണ്ടത് കഴിഞ്ഞതിനുള്ള ജീവിതം, ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ ഉള്ള ജീവിതവും കണ്ടതിന് ശേഷമുള്ള ജീവിതവും, അങ്ങനെ എഴുതാം. ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപും പിൻപും അങ്ങനെ എഴുതിയാൽ ഷോർട്ടായിട്ട് എഴുതാം, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഉപദ്രവകാരിയായിരുന്ന ശൗൽ ഉപകാരിയായി മാറി, ഉപദ്രവകാരിയായിരുന്നവൻ ഉപകാരിയായി മാറി. കുലപാതകൻ രക്ഷകനായി തീർന്നു. ഉപദ്രവകാരി ഉപകാരിയായി മാറി, കുലപാതകൻ രക്ഷകനായി തീർന്നു, ദൂഷകൻ പ്രശംസാ വിഷയമായി മാറി, ദൂഷകൻ പ്രശംസാ വിഷയമായി മാറി. ഉപദ്രവകാരി ഉപകാരിയായി മാറി, കുലപാതകൻ ആയിരങ്ങളുടെ രക്ഷകനായി, ദൂഷകൻ പ്രശംസ വിഷയമായി. ഇനി ക്രൂരനായിരുന്നവൻ കൃപാലുവായി, ക്രൂരനായിരുന്നവൻ കൃപാലുവായി. ചെന്നായി ആട്ടിൻകുട്ടിയായി മാറി. അടുത്തതായിട്ട് പൗലോസിന്റെ അന്ത്യം, അതും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മുഖവുര തീരുകയാണ്. അടുത്ത ക്ലാസ്സിന് നമ്മൾ അധ്യായത്തിലോട്ട് കയറുക. അപ്പം അതും കൂടെ നമുക്ക് എഴുതി ക്ലാസ് അവസാനിപ്പിക്കാം. പൗലോസിന്റെ അന്ത്യം. അന്നത്തെ ലോക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റോമിലേക്ക് തന്നെ തിരിച്ചു വന്ന്, അന്നത്തെ ലോക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ റോമിലേക്ക് തന്നെ തിരിച്ചു വന്ന് പ്രയോജനകരമായ ചില വേലകൾ കൂടി സാധിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന പൗലോസ് AD 67 തടവുകാരനായി തിരിച്ചെത്തുകയാണ് ചെയ്തത്. റോമ നഗരം മനോഹരമാക്കാൻ തീരുമാനിച്ച നീറോ കൈസർ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് റോമ നഗരം മനോഹരമാക്കാൻ തീരുമാനിച്ച നീറോ കൈസർ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് റോമിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ നിരകളെല്ലാം തീ വെച്ച് നശിപ്പിച്ചു.
7 ദിവസത്തോളം അവ നിന്ന് കത്തിയെരിഞ്ഞു. രാത്രിയിൽ നടന്ന തീവെപ്പിൽ അനേകർ ചത്തൊടുങ്ങി. ആ സമയം നീറോ സന്തോഷം കൊണ്ട് ആനന്ദിച്ചു. ഒടുവിൽ തീ വെച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പരസ്യപ്പെടുത്തുകയും ക്രിസ്ത്യാനികളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുവാൻ ഉത്തരവിടുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുവാൻ ഉത്തരവിടുകയും ചെയ്തു. പൗലോസിനെ ത്രോവാസിൽ നിന്നും പിടികൂടി കൊണ്ടുവന്നു. പൗലോസിനെ ത്രോവാസിൽ നിന്നും പിടികൂടി കൊണ്ടുവന്നു. എങ്കിലും മഹാനായ ഒരു റോമ പൗരനാകയാൽ കൊല്ലാതെ കഠിന തടവിൽ സൂക്ഷിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ക്ലാസ് എടുക്കാൻ പക്വതയാകുമ്പോൾ ഈ നോട്ടൊക്കെ ഉപകരിക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ അങ്ങ് ഈ മുഖവരെയൊക്കെ തരുന്നത്. ഇതൊരു 2-3 തമിഴ് ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും എല്ലാം റെഫർ ചെയ്ത് കിട്ടിയ ഒരു നോട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നത്. ഇത് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ഇപ്പൊ എഴുതുമ്പോ ഇച്ചിരി കൈ വേദനപ്പെട്ടാലും അല്ലേ പാസ്റ്ററെ? പാസ്റ്ററിന്റെ കാര്യം പിന്നെ പാസ്റ്റർ പ്രിന്റഡ് നോട്ടൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കൊടുത്താലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ നോട്ട് എഴുതുമ്പോൾ ഈ മുഖവര എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ലേഖനം പഠിക്കുമ്പോഴും പൗലോസിനെ കുറിച്ചുള്ള ഈ ഒരു അടിസ്ഥാനപരമായ ഒരു അറിവ് നമുക്ക് എപ്പോഴും നല്ലതാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ നോട്ട് ഇങ്ങനെ ഞാൻ അങ്ങ് എഴുതി തരുന്നത്. ഇത് വായിക്കുമ്പോൾ പിന്നെ ഇത് പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാലും എഴുതിയേക്കാം. എന്നാൽ മുമ്പിലത്തെ ജയിൽവാസത്തെ പോലെ തന്നെ സുവിശേഷ വേല താൻ തുടർന്നുകൊണ്ടിരുന്നു. AD 68 ഒടുവിലായി തിമത്തിയോസിനുള്ള 2ാം ലേഖനം എഴുതി അയച്ചു. തന്റെ നിര്യാണകാലം അടുത്തുവെന്നും തിമത്തിയോസിനോട് വേഗം വരണമെന്നും പറഞ്ഞിരുന്നു. പാരമ്പര്യ രേഖകൾ പ്രകാരം തിമത്തിയോസ് എത്തിയപ്പോഴേക്കും പൗലോസിന്റെ ശിരച്ഛേദം നടന്നു കഴിഞ്ഞിരുന്നു. റോമ നഗരത്തിലെ ഓസ്റ്റിയൻ OSTIAN അല്ലെങ്കിൽ ഓസ്റ്റിയൻ മലയാളത്തിൽ എഴുതിയാലും മതി. ഓസ്റ്റിയൻ റോഡിൽ ട്രിഫന്റേൺ എന്ന സ്ഥലത്ത് വെച്ച് അധികാരികൾ പൗലോസിനെ ശിരച്ഛേദം ചെയ്തു. തന്നെ സ്നേഹിക്കുന്ന പലരും കൂടി ഉടൽ
അവിടെ അടുത്തു തന്നെ അടക്കി. AD 32 സ്തേഫാനോസ് മരിക്കുമ്പോൾ 32 വയസ്സുകാരനായിരുന്ന ശൗൽ 36 വർഷം AD 32 സ്തേഫാനോസ് മരിക്കുമ്പോൾ 32 വയസ്സുകാരനായിരുന്ന ശൗൽ 36 വർഷം കർത്താവിന് വേണ്ടി അധ്വാനിച്ച് 68 68 വയസ്സിൽ നീറോ കൈസരാൽ വധിക്കപ്പെട്ടു. പിന്നത്തേതിൽ നീറോയ്ക്ക് സംഭവിച്ചത് പിറ്റേ വർഷം തന്നെ റോമിലെ ആഭ്യന്തര കലാപത്തിൽ മാനസിക നില തകരാറിലായ നീറോ ആത്മഹത്യ ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ഈ റോമ ലേഖനം പഠിക്കുന്നതിന് മുൻപായിട്ട് ഉള്ള ചെറിയ ഒരു മുഖവര. നമുക്ക് അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. അധ്യായം 1. പൗലോസിന്റെ അഭിവാദനം. ഹെഡിങ്: പൗലോസിന്റെ അഭിവാദനം. അനീതിക്കെതിരെ ദൈവകോപം.